Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് മനസാ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മറ്റൊരു കുടുംബത്തിനു വേണ്ടി ജീവൻ ഹോമിച്ച അത്താണികളുടെ കഥയാണ് പറഞ്ഞത്. ഈറനണിയിക്കുന്ന ആർദ്ര ചിന്ത. മറ്റൊരു വിഷയവുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ജോൺ പനക്കൽ. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് സാർ വിശേഷം? സുഖം തന്നെ. എന്നും പറയാറുള്ളത് എന്നും പറയണമെന്നാണ് ആഗ്രഹം. നമുക്ക് ആരംഭിക്കാം, സമയം കളയാതെ. ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? സാധാരണ നമുക്കൊക്കെ ഉണ്ടാകാറുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് വെളുപ്പിനെ 3 മണിക്ക് എയർപോർട്ടിൽ പോകണം. എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 6 മണിക്ക്. 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒരുങ്ങി പോകണം എയർപോർട്ടിലേക്ക്. അപ്പോൾ 2 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് ഞാൻ അലാറം വെച്ചു. കിടന്നത് തന്നെ താമസിച്ചാണെന്നിരിക്കട്ടെ. പക്ഷെ ഈ അലാറം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണർന്നിരിക്കും. 1 മണി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല എനിക്ക്. ഈ അലാറം കേൾക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ചിലപ്പോൾ അലാറം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് ഒരുങ്ങാൻ തുടങ്ങും. ഇത് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിനകത്ത് 3 മണിക്ക് തന്നെ എയർപോർട്ടിൽ ചെല്ലണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും എന്നുള്ള ഒരു ചിന്ത ഉറഞ്ഞു കൂടിയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ സയൻറ്റിഫിക്കായിട്ട് അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ബയോ ക്ലോക്ക്, ജൈവ ഘടികാരം. എല്ലാ മനുഷ്യനും ഉള്ള ഒന്നാണ് ബയോ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം. അപ്പോൾ എൻ്റെ ജൈവ ഘടികാരം എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ചിന്താമണ്ഡലത്തെയും പ്രവർത്തന മേഖലയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടികാരം എന്നിലുണ്ട്, ഞാൻ അറിയാതെ. ആ ഘടികാരത്തെ ഞാൻ അറിയാതെ പ്രോഗ്രാം ചെയ്ത് കീ കൊടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മറ്റേ ക്ലോക്കിൻ്റെ ആവശ്യമില്ല, മറ്റേ നാഴികമണിയുടെ ആവശ്യമില്ല, അവിടെ അലാറം വെക്കേണ്ട കാര്യമില്ല. ഇതൊരു സത്യമാണ്. അപ്പോൾ ജൈവ ഘടികാരത്തെക്കുറിച്ച് അല്പമായിട്ട് നമുക്കിന്ന് ഒന്ന് ചിന്തിക്കാമെന്നാണ് എൻ്റെ വിചാരം. ഷിനോയ് എന്ത് പറയുന്നു? ഒരു ഫെമിലിയർ അല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ സാറേ, അവർ ഇപ്പോൾ 4:30 അലാറം വെച്ചെന്ന് പറഞ്ഞാൽ 5:30 എണീക്കാറുള്ളൂ. അപ്പോൾ കുട്ടികളിൽ അത് വർക്കൗട്ട് ആവുമോ? അതൊക്കെ അറിയാം. സാധാരണ ഇല്ല, പക്ഷേ അലർട്ടായിട്ടുള്ള ഏത് വ്യക്തിയിലും വർക്ക് ആവണം. ഒരു ഉദാഹരണം ഞാൻ പറയും. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന വാതിൽ തുറന്നു വരുന്ന ഒരു ഉദാഹരണം. കുറേ നാളുകൾക്ക് മുമ്പ്
33 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഒരു പരാതിയുമായിട്ട് വന്നു. സാറേ, 2 വർഷമായി എനിക്ക് ഉറക്കമില്ല. ഞാൻ പല ഡോക്ടർമാരെ സമീപിച്ചു, ഉറക്ക ഗുളിക കഴിച്ചു, പിന്നെ ആഹാര രീതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, എക്സർസൈസൊക്കെ പറഞ്ഞതൊക്കെ എടുത്തു, കുറേ തെറാപ്പികളുമൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഉറക്കമില്ല. അത് സെഗ്മെൻറ്റഡ് സ്ലീപ്പാണ്. കുറച്ചൊന്ന് ഉറങ്ങും, പിന്നെ കുറേ നേരം ഉറങ്ങാതിരിക്കും, പിന്നെയും ഒന്ന് ഉറങ്ങും, പിന്നെയും കുറേ നേരം ഉറങ്ങാതിരിക്കും. അതൊരു സുഖമായ ഉറക്കമല്ലല്ലോ, ചിനോയ്ക്കറിയാവും. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ കാരണം? എനിക്ക് വലിയ അസ്വസ്ഥതയാണ്. ഞങ്ങൾ തമ്മിൽ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഈ ഉറക്കമില്ലായ്മയുടെ റൂട്ട് കോസ്, മൂലകാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണല്ലോ സാധാരണ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പം അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇയാളുടെ ജാതകം ഇയാളൊന്ന് വായിച്ചു. ജാതകം എഴുതുന്ന ഒരു പരിപാടി നമുക്കുണ്ടല്ലോ, എല്ലാവർക്കും ഇല്ല, ചിലർക്കൊക്കെ. അത് എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കും. വിവാഹം കഴിക്കുമ്പോഴൊക്കെ ഈ ജാതക പൊരുത്തമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ചില ആളുകളുണ്ട്. നല്ലത് തന്നെ, അതിനെപ്പറ്റി ഞാൻ തെറ്റായ ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ ഈ മനുഷ്യന് ജാതകം, അയാളുടെ തന്നെ ജാതകം വായിക്കാൻ ഇടയായി 2-3 വർഷം മുമ്പ്. വായിച്ചപ്പോൾ അതിലെവിടെയോ ഒരു ക്ലിക്ക് കിട്ടി. 33 വയസ്സ് വരെ ഉള്ളൂ ജീവിതം എന്നുള്ളത്. ആ ക്ലിക്ക് അയാളുടെ ബയോക്ലോക്കിൽ ചെന്നു. ബയോക്ലോക്കിൽ ചെന്നിട്ട് അവിടെ പ്രോഗ്രാം ചെയ്തു. നിനക്കിനി അധികം നാളില്ല, 2 വർഷം കൂടെ ഉള്ളൂ എന്ന് അയാളുടെ ഉള്ളിലെ ബയോക്ലോക്കിൽ പ്രോഗ്രാം ചെയ്ത ദിവസം തൊട്ട് അയാൾക്ക് ഉറക്കമില്ല. മരണഭീതിയാണ്. എന്തിന് ഇനിയും അധികം നാളില്ലല്ലോ എന്നുള്ളത്. ഷിനോയി, നമ്മളൊക്കെ മരിക്കുന്ന ദിവസം കൂടെ അങ്ങോട്ട് എഴുതി കുറിച്ച് ജനിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിനക്ക് ഇത്ര വരെ ഉള്ളൂ ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം എന്തായിരിക്കും? അതെ, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ മുഴുവൻ. ഒരു ഡൈനമിക് പുഷ് കിട്ടുകയല്ല നമുക്ക് ജീവിക്കാനായിട്ട്. തീർന്നു, എന്തിനിനിയും എന്നുള്ള ഒരു ചിന്ത, നെഗറ്റീവ് തോട്ട് നമ്മളെ ഭരിക്കും. ഇപ്പോൾ ബയോ ക്ലോക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബയോ ക്ലോക്കിനെ നെഗറ്റീവ് തോട്ട് കൊണ്ട് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ, അലാറം അടിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, വൈൻഡപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോയി. എന്നാൽ പോസിറ്റീവ് തോട്ട് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, എത്ര നാളാ, 80-90 ആകുമ്പോൾ തീരത്തില്ലേ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം, 80 ഏറിയാൽ 80, പിന്നെ ഒരു 90 അങ്ങോട്ട് കടക്കാൻ ഞാൻ പോകുന്നില്ല എന്നൊരു ചിന്ത, ഒരു ബയോ ക്ലോക്കിൽ ഒരു തോട്ട് നമ്മൾ കീ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ വേറൊരു ചിന്ത അതിൻ്റെ പുറകിൽ വരും. 50 വയസ്സ് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ അസുഖം വരും. 50 വയസ്സ് കഴിയുമ്പോൾ അസുഖം വരും, ഡയബറ്റിക്കോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഹാർട്ട് ട്രബിൾ ആയിരിക്കും. അപ്പോൾ 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബയോ ക്ലോക്കിനകത്ത് ഒരു കീയുടെ കൊടുക്കും. ഇനി എനിക്ക് ഏത് നിമിഷവും അസുഖം വരാം. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കുറയും. ഇത് നെഗറ്റീവ് തോട്ടാണ്. ചൈനക്കാരെ നോക്കണം. ചൈനക്കാരുടെ ഇടയിലുള്ള ഒരു പോസിറ്റീവ് തോട്ട് എന്താണ്? അവരുടെ ആവറേജ് പ്രായം 120 വയസ്സാണ്. 120 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ള ആർജവ ചിന്തയുമായിട്ടാണ് അവർ ലൈഫ് മുന്നോട്ട് നീക്കുന്നത്. അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നതും ഭവനങ്ങളിലും സമൂഹത്തിലും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ 120 വയസ്സ് വരെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആർജവ ചിന്ത,
ആ ചിന്ത ബയോക്ലോക്കിൽ അവർ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചൈനക്കാർക്ക് വേറൊന്നുണ്ട്, 40 കഴിഞ്ഞാൽ 90 വയസ്സ് വരെ ഞാൻ ആരോഗ്യവാനാ. 40 കഴിഞ്ഞ ആരോഗ്യം കൊണ്ട് തുടങ്ങുന്നതെന്നാണ് അവർ പറയുന്നത്. 40 കഴിഞ്ഞ് 90 വയസ്സ് വരെ ഞാൻ ആരോഗ്യവാനാ, എനിക്ക് അസുഖമൊന്നുമില്ല, വന്നാൽ തന്നെ ഈസി ആയിട്ട് എനിക്കത് പരിഹരിക്കാൻ പറ്റും. അതുപോലെയുള്ള ജീവിത ശൈലിയും അവർ സ്വീകരിക്കുന്നുണ്ട്. നമ്മളോ? നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ ബയോക്ലോക്കിനെ നമുക്ക് അനുകൂലമായി, ബയോക്ലോക്കിനെ പോസിറ്റീവ് തോട്ട് കൊണ്ട് എങ്ങനെ കീ ചെയ്ത് വെക്കാം എന്നുള്ളതിനൊരു 6-7 മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാം. അതൊന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ വസ്ത്രം ധരിക്കാൻ പഠിക്കണം. കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഫണി സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ചെറുപ്പക്കാരുടെ വസ്ത്രം നമ്മൾ ധരിക്കണം. പ്രായമായി, എനിക്ക് 10-60 വയസ്സായി, 70 വയസ്സായി, ഇനി എങ്ങനെ ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഒരു കുട്ടി നിക്കറും ഒക്കെ ഇട്ട് നടക്കുന്നത് തോന്നരുത്. ഇപ്പൊ വയസ്സന്മാരെല്ലാം കുട്ടി നിക്കറല്ല, അല്ലേ? ആ, ചെറുപ്പക്കാരുടെ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം കൊണ്ട്, പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഒരു പുതുമ നമുക്കുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ചെറുപ്പക്കാരുടെ വസ്ത്രം ധരിച്ച് എങ്ങനെ ഒന്ന് ഷൈൻ ചെയ്ത് ഇറങ്ങി നടക്കുന്നു, എന്നെ വല്ലൊരു നോക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു അങ്ങനെ പോകുമ്പോൾ ബയോക്ലോക്കിൽ ഒരു ക്ലിക്ക് കിട്ടും. ഒരു മാർഗം അതാ, ചെറുപ്പമായി ജീവിക്കുക, ഈവൻ വസ്ത്രധാരണത്തിൽ വരെ. രണ്ടാമത്, ഒരു മുടി നരച്ചുവെങ്കിലോ നരയായി, എല്ലാം ഇനി അങ്ങ് നരയ്ക്കട്ടെ എന്ന് ചിന്തിക്കും. ഇല്ല, കറുപ്പിക്കണം. അലർജി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നരച്ച മുടി കറുപ്പിച്ച് നടക്കണം. എന്നെ കണ്ടില്ലേ, എൻ്റെ മുടി മുഴുവൻ നരച്ചതാണ്. പക്ഷേ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ മുടി ഞാൻ കറുപ്പിച്ചേ വരുള്ളൂ, കഴിയുന്നിടത്തോളം. അപ്പോൾ എന്തിനായി മുടി കറുപ്പിക്കുന്നതെന്ന് ചോദിക്കും. അതിന് അലർജിയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പലരും പറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ബയോക്ലോക്കിനെ ഞാൻ ട്യൂൺ ചെയ്യുക. എനിക്ക് പ്രായമായിട്ടില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കുകയില്ല, ഒരു 50-55 വയസ്സേ തോന്നിക്കുള്ളൂ. അതനുസരിച്ച് എൻ്റെ ബയോക്ലോക്കിനെ ഞാൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു എന്തെന്നില്ലാത്ത ഒരു ഊർജം, ഒരു ആവേശം എനിക്കുണ്ടാവും. അതാണ് രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കും. സാധാരണ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൊച്ചു വർത്തമാനം പറയുമല്ലോ, അല്ലേ ഷിനോയ്? ഷിനോയ് പറയാറുണ്ട്. ആ, നമ്മളെക്കുറിച്ച് നമ്മളൊന്നും പറയത്തില്ല, മറ്റുള്ളവരെ കുറിച്ചേ പറയത്തുള്ളൂ. നല്ലത് വല്ലതും പറയുമോ? നല്ല തമാശയൊക്കെയാണ് പറയുന്നത്. അത് തമാശയല്ല, കഴിവതും നമ്മുടെ ഭക്ഷണ മേശയിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റമാണ് പറയുന്നത്. വി ഹാവ് ടേക്കൺ PhD ഇൻ ദാറ്റ്. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതാണ് നമുക്ക് സുഖം. നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരെയും കുറിച്ചല്ലല്ലോ പറയുന്നത്, കുറേ പേരെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് എല്ലാവരെയും കുറിച്ച് പറയാനുള്ള അവകാശമില്ല. എനിക്ക് ഞാൻ കാണുന്ന കുറേ പേരെ കുറിച്ച് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ കുറേ പേരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞാൽ അത് നെഗറ്റീവ് തോട്ടാണ്, ന്യൂനചിന്തയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം. വിരലുകൊണ്ട് എന്തിനാണ് കഴിക്കുന്നത്? വിരലുകൊണ്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആസ്വാദന ശേഷിയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളികളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനെ പലരും പുകഴ്ത്തുന്നത്. ഈ ഫോർക്കും സ്പൂണും വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഒരു ആസ്വാദന ശേഷി ലഭിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ അതിൻ്റെ രുചി അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ പോസിറ്റീവ് തോട്ട് നമ്മുടെ ഉള്ളിൽ വരും. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് തീന്മേശയിലിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചാൽ
ആ ഭക്ഷണത്തിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നത് എന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് എനർജി സംഭരിച്ചിട്ട് ഭക്ഷണം ആസ്വദിച്ചിട്ട് വല്ലതും പറഞ്ഞേ കഴിക്കാനൊക്കത്തുള്ളെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ പ്രകീർത്തിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചാട്ട് ബയോ ക്ലോക്ക് സെറ്റ് ചെയ്യും. നമുക്ക് അനുകൂലമായി ദീർഘായുസ് ഉണ്ടാകത്തക്ക തരത്തിൽ. വേറൊരു മാർഗം, നമ്മളൊക്കെ നടക്കാനിറങ്ങും. മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക് ഒക്കെ വളരെ പ്രസിദ്ധമല്ലേ. അത് ഡോക്ടർമാർ നമ്മളോട് പറയുകയും ചെയ്യും, കുറച്ച് നടക്കുന്നത് നല്ലതാണ്, എനർജിയൊക്കെ കുറച്ച് പൊടിഞ്ഞു പോകട്ടെ എന്ന് പറയും. നല്ലതാണ്. പക്ഷേ ഈ ചെറു നടത്തം ഉണ്ടല്ലോ, അതിനൊരു പ്രയോജനമില്ല. ഹാർട്ടിൻ്റെ പ്രവർത്തനം ഊർജ്ജസ്വലമായി നടത്തത്തിലൂടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റെങ്കിലും കുറഞ്ഞ പക്ഷം നടന്നേ പറ്റുള്ളൂ. അത് ബ്രോക്കൺ വോക്കാണെന്നെങ്കിൽ പ്രയോജനവുമില്ല. അതുകൊണ്ട് ജോഗ് ചെയ്യണം. ജോഗ് ചെയ്യുമ്പോഴൊരു ചെറിയ ഓട്ടം, എന്നാൽ വലിയ ഓട്ടമല്ല, ജോഗ് ചെയ്തുള്ള നടത്തമാണെന്നുണ്ടെങ്കിൽ നടത്തവുമല്ല ഓട്ടവുമല്ല, അതിൻ്റെ ഇടയ്ക്കൊരു ചാട്ടമുണ്ട്. അങ്ങനെയുള്ള ഒരു നടപടിയാണ് എങ്കിൽ ബയോ ക്ലോക്ക് സെറ്റ് ചെയ്യും. ആ ബയോ ക്ലോക്ക് സെറ്റ് ചെയ്യുന്നതിന് ഈ ചെറു ചാട്ടം അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോഗിങ് നമ്മളെ സഹായിക്കും. നമ്മൾ പ്രായമാകും തോറും നമ്മുടെ അനുഭവ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട്. ശരിയാ. ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ വർഷത്തെയും അനുഭവങ്ങൾ നമ്മളെ സമ്പന്നമാക്കും. പക്ഷെ മറിച്ച് ഒന്നുകൂടെ ചിന്തിക്കണം, പ്രായമാകും തോറും എൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന തിരിച്ചാണ്. പ്രായമാകും തോറും എൻ്റെ കോശങ്ങളൊക്കെ ഉണങ്ങി എൻ്റെ ത്വക്ക് ചുരുങ്ങുന്നു, എൻ്റെ ചിന്താഗതിയിൽ വരൾച്ച ഉണ്ടാകുന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓപ്പോസിറ്റായിട്ടൊന്ന് ചിന്തിച്ച്, പ്രായമാകും തോറും ഞാൻ ആരോഗ്യം എടുക്കുന്നു, വീണ്ടെടുക്കുന്നു എന്ന് മാത്രമല്ല ആരോഗ്യം സമ്പാദിക്കുന്നു. ആരോഗ്യത്തിലേക്ക് ഞാൻ ശരിയായി കയറുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ ബയോ ക്ലോക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സംഭാഷണം പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊല്ലെന്ന് പറയും. ഈ നൽചൊല്ലാവും ചിലപ്പോൾ, അറം പറ്റും ചിലർക്ക്. അത് വളരെ വാസ്തവമാണ്. അപ്പോൾ നമ്മൾ പറയും, ഓ എന്തുവാ പ്രായമായിടോ, ഇനി എത്ര നാളാ, ഐ ആം ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറയുന്ന പല വാർദ്ധക്യത്തിലെത്തിയ സ്നേഹിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ശൈലി അങ്ങ് നിർത്തണം. യു ആർ നോട്ട് ഗെറ്റിംഗ് ഓൾഡ് മാൻ, യു ആർ നോട്ട് ഗെറ്റിംഗ് ഓൾഡ്, ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. എനിക്ക് പ്രായമൊക്കെ ആയി, വാർദ്ധക്യമായി, ഇനി എത്ര നാളാ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയല്ലോ, എത്ര നാളാടോ. ഈ പാടും ദുരിതവും പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തുക. ഐ ആം ഗെറ്റിംഗ് ഓൾഡ് എന്നുള്ള ശൈലിയെ നമ്മുടെ സംഭാഷണ രീതിയിൽ നിന്ന് അങ്ങ് മാറ്റുക. അത് മറ്റ് നല്ലൊരു മാർഗമാണ്. ബയോ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ബയോ ക്ലോക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് ഊർജ്ജസ്വലതയാണ് നമുക്ക് ലഭിക്കുന്നത്, എന്ത് ആർജവമായ ചിന്തയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മളിലുള്ള ന്യൂന ചിന്തകളെല്ലാം മാറ്റും. ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്ന് ബയോ ക്ലോക്കിനോട് പറഞ്ഞ് മനസ്സിലാക്കുക. ബയോ ക്ലോക്ക് 100 എണ്ണുന്നത് വരെ നമുക്ക് ഫേവറബിളായിട്ട് നമ്മെ സഹായിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. മേക്ക് യൂസ് ഓഫ് യുവർ ബയോ ക്ലോക്ക് ഇൻ ഫേവർ ഓഫ് യു, യുവർ ഹെൽത്ത് ആൻഡ് യുവർ ഏജ്. ഓവർ ടു യു ഷിനോയ്. ഒത്തിരി നന്ദി സാർ. സാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വയസ്സ് കുറച്ച് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അല്ലെങ്കിലും കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ന് ബയോ ക്ലോക്കിൽ തുടങ്ങി ചെറുപ്പം കാത്ത് സൂക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ടിപ്സാണ് സാറ് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ ബയോ ക്ലോക്ക് ചെറുപ്പത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ
നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. മനസ വാച കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.